السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، أسأل الله سبحانه وتعالى بمنه وكرمه أن يرزقنا بشرى نبينا صلى الله عليه وسلم حيث قال: ما اجتمع قوم في بيت من بيوت الله يتلون كتاب الله ويتدارسونه فيما بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിക്കാനിരിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്തയായി അറിയിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രത്യേകമായ പൊതിയൽ, അള്ളാഹുവിൻ്റെ കാരുണ്യം, ഇതൊക്കെ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അവൻ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് ഫുർഖാൻ, അതിൻ്റെ ഏതാനും വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ വചനങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഊർജത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ തീർച്ചയായും ഒരു ബോധമുണ്ടാകേണ്ടതുണ്ട്. ജീവിതത്തിൽ നിരാശയും പ്രതിസന്ധികളും നമ്മളെ തളർത്തരുത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നബിയുടെ ശത്രുക്കൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞ് അവയ്ക്കുള്ള മറുപടിയാണ് ഈ ഫുർഖാനിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നാം കണ്ടത്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുന്നയിച്ച 6 ശുബ്ഹത്തുകളെക്കുറിച്ച് പറഞ്ഞു. അവക്ക് മൊത്തത്തിലുള്ളൊരു മറുപടി പറഞ്ഞു. അതിനുശേഷം വിശദമായുള്ള മറുപടിയാണ് പറഞ്ഞു തുടങ്ങിയത്. 10ാമത്തെ വചനത്തിൽ ആ മറുപടിയുടെ തുടക്കമായിരുന്നു. 11ാമത്തെ വചനത്തിൽ എന്തുകൊണ്ടാണ് അവർ ആരോപണം ഉന്നയിക്കുന്നത്, എന്താണ് അവരുടെ അടിസ്ഥാന പ്രശ്നം എന്ന് വിശദീകരിച്ചു. അത് ബൽ കദ്ദബൂ ബിസ്സാഅ എന്നാണ്. സാഅത്തിനെ കളവാക്കുന്നു, നിഷേധിക്കുന്നു എന്നതാണ് അവരുടെ അടിസ്ഥാന വിഷയം. അതല്ലാതെ നബിയോടോ അതല്ലെങ്കിൽ ഇസ്ലാമിനോടോ ഏതെങ്കിലും രൂപത്തിലുള്ള അരുതായ്മകളല്ല അവരുടെ ഉള്ളിലുള്ളത്. സാഅത്തിനെ അംഗീകരിച്ചാൽ ജീവിതത്തെ മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് അല്ലാഹു ആ സത്യം പറഞ്ഞത്. ബൽ കദ്ദബൂ ബിസ്സാഅ വഅഅ്തദ്നാ ലിമൻ കദ്ദബ ബിസ്സാഅതി സഈറ. സാഅത്തിനെ നിഷേധിക്കുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് സഈറാണ്. ആ സഈറിൻ്റെ സ്വഭാവം പറഞ്ഞത്, അത് ഇത്തരം ആളുകളെ കാണുമ്പോൾ ഇദാ റഅതുഹും മിൻ മക്കാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുളൻ വസഫീറ എന്നാണ്. അതിനൊരു തഗയ്യുളുണ്ടാകും, അതിൻ്റെ ഈർഷ്യം, അത് നമുക്കിങ്ങനെ കാണാം അല്ലെങ്കിൽ കേൾക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഇരമ്പൽ, ആ ഇരമ്പലിൻ്റെ
കാരണങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. 13ാമത്തെ വചനം അതിൻ്റെ തുടർച്ചയാണ്. വഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ضيقا മുഖറനീൻ ദഅൂ ഹുനാലിക സുബൂറാ. ഈ വചനം മുതലാണ് ഇനി നമ്മൾ വിശദീകരിക്കാനുള്ളത്. ഈ ആളുകൾ വഇദാ ഉൽഖൂ, അവർ ഇടപെട്ടാൽ, അൽഖ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. വഇദാ ഉൽഖൂ, അവർ ഇടപെട്ടാൽ, മിൻഹ, അതിൽ എന്ന് വെച്ചാൽ ഈ സഈറിലാണ്. നമ്മൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് സഈർ മുദക്കറായിട്ടും ഹ എന്ന് മുഅന്നസായി പറയാനുണ്ടായ കാരണം എന്ന്. മക്കാനൻ, ഒരു സ്ഥലത്ത്, ضيقൻ, ഇടുങ്ങിയ, കുടുസായ, മുഖറനീന, ബന്ധിക്കപ്പെട്ടവരായി. വഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ضيقൻ മുഖറനീൻ, അതിൽ നിന്നും ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ബന്ധിക്കപ്പെട്ടവരായി അവരെ ഇട്ടാൽ, ദഅൂ, അവർ വിളിച്ചു പറയും, ഹുനാലിക, ഇവിടെ വെച്ച്, സുബൂറ, നാശമുണ്ടാകട്ടെ എന്ന്. ദഅൂ ഹുനാലിക സുബൂറ, അവിടെ വെച്ച് അവർ നാശം വിളിച്ചു പറയും. ഇത് ഈ സഈറിലുള്ള ഒരവസ്ഥയാണ്. പലതരത്തിലുള്ള ശിക്ഷകൾ ഒരുമിച്ച് ചേർന്ന സ്ഥലമാണ് സഈർ അല്ലെങ്കിൽ നരകമെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ശിക്ഷയല്ല, പല വിധത്തിലുള്ള ശിക്ഷകൾ. അതുകൊണ്ടാണ് അത് കാണുമ്പോഴേക്ക് പറഞ്ഞു പോകും, യാ ലൈതനി കുൻതു തുറാബ എന്ന് പറഞ്ഞല്ലോ സൂറത്തുൻ നബയിൽ. യാ ലൈതനി കുൻതു തുറാബ, മണ്ണായെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു പോകുന്നത് ആ ശിക്ഷയുടെ കടുപ്പം കാണുന്നത് കൊണ്ടാണ്. ഇവിടെ വൈൽ, സുബൂർ എന്നാണ് പറഞ്ഞത്. സുബൂർ എന്ന് പറഞ്ഞാൽ ഹലാക്ക്, നാശം എന്നാണ് അർത്ഥം. ഇവിടെ നാശത്തെ വിളിക്കുകയാണ്. നേരത്തെ മണ്ണാകണം എന്ന് ആഗ്രഹിച്ചല്ലോ, ഇവിടെ നശിക്കട്ടെ എന്ന് സ്വയം ആഗ്രഹിക്കുകയും വിളിക്കുകയുമാണ് ചെയ്യുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല എന്നവർക്ക് അവിടെ വെച്ച് ബോധ്യമാവുകയാണ്. അത്ര കടുപ്പമുള്ളതാണ് ഈ ശിക്ഷ. ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വേറെ വഴിയില്ല എന്ന്. ഇതിൻ്റെ നിങ്ങൾ നോക്കുക, ആ ശിക്ഷയുടെ കാഠിന്യം കൊണ്ട് അവർ നശിക്കണം എന്ന് ആഗ്രഹിച്ചു പോവുക. ഇപ്പോൾ നമ്മൾ കേൾക്കാറില്ലേ ഒരു മേഴ്സി കില്ലിങ്ങിനെ കുറിച്ച്, ദയാവധം അല്ലേ? എപ്പോഴാണ് അത് ആഗ്രഹിക്കണേ? അതന്നെ വിഷയം. ദയാവധം ആളുകൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ദയാവധം ചെയ്യണമെന്ന് അപേക്ഷ കൊടുക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ജീവിതം ദുസ്സഹമാകുമ്പോഴാണ്. ഒന്നുകിൽ ശാരീരികമായ പ്രയാസം വന്ന് ഇനി ജീവിച്ചിട്ട് കാര്യമല്ല, അല്ലെങ്കിൽ ജീവിച്ചാൽ ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല എന്നൊക്കെ തോന്നുമ്പോഴാണ്. അതേ അവസ്ഥയാണ്. അതാണ് ഈ പറഞ്ഞത്, വഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ضيقا മുഖറനീന ദഅൂ ഹുനാലിക സുബൂറ. അതിലേക്ക് അവർ ഇടപെടും, കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യുന്നത് നരകത്തിലേക്ക്. ഇടുന്ന സ്ഥലം മകാനൻ ضيقൻ. ഇവിടെ നോക്കൂ, ഈ സഈറിനെ കുറിച്ചാട്ടോ ഈ വിവരിക്കുന്നത്. ഈ സഈറിൻ്റെ നേരത്തെ സഈറിൻ്റെ ഗുണം ഒരു സ്വഭാവം പറഞ്ഞല്ലോ. എന്താ? ലഹാ തഗയ്യുളൻ വസഫീറ എന്ന് പറഞ്ഞു. അതൊരു സ്വഭാവമാണ്, കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. ഇത് രണ്ടാമത്തെ സ്വഭാവം പറയണം. സഈറിൻ്റെ രണ്ടാമത്തെ സ്വഭാവം വഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ضيقا മുഖറനീന ദഅൂ ഹുനാലിക സുബൂറ. അതിലേക്കിടെ മുഖറനീനാണ്. മുഖറനീൻ എന്ന് പറഞ്ഞാൽ
ബന്ധിക്കപ്പെട്ടവരായി. ഖറന എന്ന് പറഞ്ഞാൽ ബന്ധിച്ചു എന്നാണ്. ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവർ. ആ ബന്ധിക്കുന്ന സ്വഭാവമൊക്കെ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാലും ഒരു കൈയും ക്രോസായ ബന്ധിക്കുക, വലത്തെ കൈയും ഇടത്തെ കാലും, ഇടത്തെ കാലും വലത്തെ കൈയും, അങ്ങനെ ചങ്ങലയിൽ ബന്ധിക്കും. എന്നിട്ടാണ് കൊണ്ടുപോയിടുന്നത്. അതാണ് മുഖറനീന പറഞ്ഞാൽ. മുഖറനീന അതൊരു തരം പ്രത്യേക ചങ്ങലയാണ്. അഗ്ലാൽ എന്ന് പറഞ്ഞിട്ട്, അഗ്ലാൽ ആ ചങ്ങലകൾ, ആ ചങ്ങലയിലാണ് ബന്ധിക്കപ്പെടുന്നത്. ചില റിപ്പോർട്ടുകളിൽ കാണാം, ഇമാം ഖുർത്തുബിയൊക്കെ രേഖപ്പെടുത്തിയെടുത്ത് കാണാം, ഇവരെയും ഇവർ കൊണ്ടു നടക്കുന്ന ശൈത്താനുകളെയും തമ്മിൽ ബന്ധിപ്പിക്കും. സ്വയമല്ല എന്നർത്ഥം. സ്വന്തം കൈയും കാലും അല്ലാതെ ഇവരുടെ ശൈത്താനുകൾ, ഇവരുടെ പിശാചുക്കളുണ്ടാകും, ഇവരാരാധിക്കുകയോ ഇവർ കൊണ്ടു നടക്കുകയോ ഒക്കെ ചെയ്തിരുന്നത്, അതുമായി ബന്ധിപ്പിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് ഇവരോട് മാത്രമല്ല നമ്മളോടും കൂടി പറയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു പദം ദയ്യിഖ് എന്നാണ്. ദയ്യിഖ് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയത്. നരകം അത്ര ഇടുങ്ങിയതൊന്നുമല്ല. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇന്ന ജഹന്നമ ലതദീഖു അലൽ കാഫിർ കദീഖി സുജ്ജി അലർ റുംഹി എന്നാണ്. ജഹന്നമ് കാഫിറിന് അങ്ങനെ ഫിറ്റാവും, ഇടുങ്ങും. എന്നിട്ട് ഇതിൻ്റെ ഉദാഹരണം പറഞ്ഞത് കദീഖി സുജ്ജി. സുജ്ജി പറഞ്ഞാൽ കുന്തം ഉണ്ടായിരുന്നു. കുന്തം എന്ന് പറഞ്ഞാൽ പണ്ട് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അത് എറിയാണ് ചെയ്യുക, കുന്തം. മനസ്സിലല്ലേ? ആ കുന്തത്തിൻ്റെ അറ്റത്ത് ഒരു മൊനുണ്ട്. ആ മൊന കുന്തത്തിൻ്റെ മൊനയല്ല, അത് അതിന്മേൽ ഫിറ്റ് ചെയ്യണം. ആ ഫിറ്റ് ചെയ്യണ സാധനത്തിൻ്റെ ഒരു ഇരുമ്പാ. ഈ കുന്തം ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവും, മരോ മുളയൊക്കെ ആകും. പക്ഷെ അതിൻ്റെ അറ്റത്ത് ഫിറ്റ് ചെയ്യണത് എന്താ? ഇരുമ്പാണ്, ഷാർപ്പായ ഇരുമ്പാണ്. അതിൻ്റെ പേരാണ് എന്ത്? സുജ്ജ് എന്ന് പറഞ്ഞത്. അതാണ് സുജ്ജ്. അപ്പോൾ ആ സുജ്ജ് എത്ര അടിച്ച് കയറ്റുമോ ഇടുങ്ങുമല്ലോ. ഇത് അടിച്ചടിച്ചിങ്ങനെ ഫിറ്റാക്കാണ് ഈ കുന്തത്തിൻ്റെ തലക്കൽ. അതേപോലെ നരകത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇടിച്ച് കയറ്റുക. ഈ കുന്തത്തിൻ്റെ മുന അടിച്ചടിച്ച് കയറ്റുക ചെയ്യാം, അതിന് ഫിറ്റായി നിൽക്കാൻ വേണ്ടി. അതുപോലെയാണ് അതിൻ്റെ ആ രൂപം പറഞ്ഞതാണ്. നരകത്തിൻ്റെ എങ്ങനെയാണ് നരകം ദയ്യിഖാകണത്? കുടുസായി എന്ന് പറഞ്ഞല്ലോ. വഇദാ ഉൽഖൂ മിൻഹാ മക്കാനൻ ദയ്യിഖൻ എന്ന് പറഞ്ഞു. ദയ്യിഖ് എങ്ങനെ ദയ്യിഖാണ്? ഇങ്ങനെ എടുക്കാം, അത് സ്ഥലമില്ലാത്ത മാതിരി എടുക്കാം. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹും യുസ്തക്റഹൂന ഫിന്നാരി കമാ യുസ്തക്റഹുൽ വത്ദു ഫിൽ ഹായിത്ത്. പണ്ടേ ഈ ചുമരൊക്കെ കെട്ടുമ്പം ഈ ചുമരിങ്ങനെ കല്ലിങ്ങനെ ഫിറ്റായി നിൽക്കാൻ വേണ്ടി വത്തത് വെച്ചിട്ട് അടിച്ച് കയറ്റും, പൂള് വെച്ചിട്ട് അടിച്ച് കയറ്റും. പണ്ടത്തൊക്കെ പടവുകാർ അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഈ കരിങ്കല്ലിൻ്റെ പടവൊക്കെ നടത്തുന്നിടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കരിങ്കല്ലിൻ്റെ ചെറിയ കഷ്ണം വെച്ചിട്ട് അടിച്ച് കയറ്റും. ഈ അടിച്ച് കയറ്റുമ്പോൾ എന്താവും? ഫിറ്റാവും, ഇടുങ്ങും. അതേപോലെ വെറുതെ കൊണ്ടിടല്ല എന്നർത്ഥം. അതേപോലെ അതാണ് ദയ്യിഖ് എന്ന് പറഞ്ഞാൽ. അത് വല്ലാത്ത ഒരു അവസ്ഥയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇങ്ങനെ കൊണ്ടിട്ടാൽ അസ്ഫലൂന ഇർഫഅഹുമുൽ ലഹീബ്, ഇതിൻ്റെ താഴത്ത് എത്തിയ ആൾക്കാരുണ്ടല്ലോ, അവരെ ഈ ജ്വാല ഇങ്ങനെ പൊക്കിക്കൊണ്ടിരും. ഈ തീജ്വാല, നരകത്തിൻ്റെ ജ്വാല ഇങ്ങനെ പൊക്കിക്കൊണ്ടിരും.
വൽ അഅലൗന യഖ്ഫിദുഹുമുദ് ദാഖിലൂൻ, മുകളിലുള്ളവരെയോ അതിൻ്റെയും മുകളിലുള്ളവരിങ്ങനെ താഴേക്ക് തള്ളും. അതിൻ്റെ മേലെ ഇങ്ങനെ ഇടുകയാണ്, മേലെ ഇടുമ്പോൾ താഴേക്ക് ഇങ്ങനെ പോകും. താഴെയുള്ളവരെ ഈ തീജ്വാല ഇങ്ങനെ ഇളക്കിക്കൊണ്ടുവരും. അങ്ങനെ അതെന്താവും? ദയ്യിഖാവും. ഇതൊക്കെ ഇതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ്. അപ്പോൾ ദീഖ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ദീഖ് അതാണ്. ഈ ദീഖ് എന്ന് പറഞ്ഞാൽ, കുടുസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പ്രയാസം ഉണ്ടാക്കും അല്ലേ? സമാധാനം ഉണ്ടാക്കുക എന്താ? വിശാലത. അപ്പോൾ ക്ലിയർ ആയല്ലോ എന്തുകൊണ്ടാണ് ദീഖ് എന്ന് പറഞ്ഞു. വഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ദയ്യിഖൻ. സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അത് ഇടുന്നത് പോലും അങ്ങനെയാണ്. ഒരുപാട് സ്ഥലത്ത് ഇനി ഖുർആൻ ഇടുന്ന രീതികളൊക്കെ പറയുന്നുണ്ട്. ഒക്കെ വളരെ വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കണം. ഞാൻ ഈ ദയ്യിഖ് എന്നുള്ള പദം തന്നെ അതിൻ്റെ 3 രൂപങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയല്ലോ. 3 രൂപം പറഞ്ഞല്ലോ. ഒന്ന് കുന്തത്തിൻ്റെ തലക്കിലുള്ള ഇരുമ്പ് പറഞ്ഞല്ലോ. രണ്ടാമത്തത് ഈ ചുമരിനെ അടിച്ച് കയറ്റുന്ന പൂള്. മൂന്നാമത്തത് അടിയിൽ നിന്ന് തീജ്വാല ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരും. പിന്നെയോ മുകളിൽ നിന്ന് ഇങ്ങനെ ഇടും, വീണ്ടും ഇടും, വീണ്ടും ഇടും. അല്ലാഹു നരകത്തിൽ നിന്ന് കാക്കട്ടെ. വഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ദയ്യിഖൻ. മകാനൻ ദയ്യിഖൻ, അങ്ങനെയാണ് മകാനൻ ദയ്യിഖൻ. അല്ല നരകത്ര ചെറുതൊന്നുമല്ല, എല്ലാവരും ഉൾക്കൊള്ളണ്ടേ. അതാണ് ദയ്യിഖ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? മുഖറനീൻ നമ്മൾ പറഞ്ഞു, അതിലിടുക മുഖറനീനാണ്. മുഖറനീൻ സൂറത്ത് ഇബ്രാഹിമിലെ 49-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ എല്ലാത്തിനും വേറെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ആയത്ത് പറയാൻ തുടങ്ങിയാൽ നമുക്ക് പിന്നെ ഇത് പോവില്ല, നീണ്ടു പോവില്ല, അവസാനിക്കൂല എന്നുള്ളതുകൊണ്ട്. പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ കണ്ടുവെക്കണം. കാരണം വെച്ചാൽ ഭയങ്കരമാണ്, ഭയങ്കര പ്രയാസമുള്ള രംഗമാണ്. ഇത് സൂറത്ത് ഇബ്രാഹിമിൻ്റെ 51-ാമത്തെ വചനത്തിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മുഖറനീൻ എന്നത്, ബന്ധിക്കണം എങ്ങനെയാണ്, ബന്ധിക്കപ്പെട്ടവരെങ്ങനെയാണ് എന്ന്. കണ്ടില്ലേ? 49 വതറൽ മുജ്രിമീന. അതിൻ്റെ 48 മുതൽ വായിച്ചു. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത്. അത് ആ രംഗം വിവരിക്കാം. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി. ഭൂമി ഈ ഭൂമിയല്ലാതെ വേറൊരു ഭൂമിയായി മാറ്റപ്പെടുന്നൊരു ദിവസമുണ്ട്. ഭൂമി എന്ന് പറയുമ്പം ഇതല്ല, വേറൊരു ഭൂമിയായി ഇതിനെ മാറ്റും. മനസ്സിലായില്ലേ? അത് ഒക്കെ നശിച്ചിട്ടുണ്ടാണ്. വസ്സമാവാത്തു, ആകാശങ്ങളെയും അങ്ങനെ മാറ്റും. ഇപ്പോൾ കാണുന്ന ആകാശമല്ലാത്ത വേറെ ആകാശങ്ങൾ എന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പോഴുള്ള എല്ലാ സംവിധാനവും നശിക്കും നിങ്ങൾക്ക് അറിയാലോ. എല്ലാ ഇദ ശംസു കുവിറത്ത്, എല്ലാ സാധനവും. ഇദ സമാഉൻ ഫതറത്ത്. സൂര്യനല്ലെങ്കിലും ഇപ്പം ഇങ്ങനെ കുവിറ പറഞ്ഞാൽ ചുരുട്ടുക എന്നാണ്. ചുരുട്ടുക. സൂര്യനെക്കുറിച്ച് പറയുന്നത് ഹൈഡ്രജനും ഹീലിയവും ആണല്ലോ സൂര്യൻ എന്ന് പറഞ്ഞാൽ. ഈ രണ്ടും കൂടിയാൽ കത്തും. കത്തിയിട്ട് പണ്ട് നമ്മുടെ നാട്ടിൽ ചൂട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി. നിങ്ങൾക്ക് അറിയോ? എനിക്കറിയില്ല. അറിയോ ചൂട്ട്? ആ ചൂട്ട് ഇങ്ങനെ കത്തുമ്പം അതിൻ്റെ അറ്റത്ത് കണ്ടാണ് ഒരു സാധനം ഇങ്ങനെ വീണ്, അതാണ് കൊവ്വിറത്ത് എന്ന് പറയുന്നത്. ഈ സൂര്യൻ അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുകയാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കത്തി ഒരു ദിവസം തീരും. അന്ന് ഈ ചൂട്ടിൻ്റെ ആ തലക്കുള്ളത് ചാടിയില്ലിന്, അതേമാതിരിയാണ് ചാടുക സൂര്യൻ. അതാണ് ഇത് ശംസു കുവ്വിറത്ത്. ഇതൻ നുജൂമുൻ ഖദറത്ത്, നക്ഷത്രങ്ങളൊക്കെ വീഴും, മുതിർന്ന് വീഴും. ഇത സമാഉൻ ഫതറത്ത്, ആകാശങ്ങൾ പൊട്ടിപ്പിളരും, താഴേക്ക് വീഴും. ഇപ്പം വേറെയാണ്. എന്നിട്ടോ വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആ ദിവസത്തെക്കുറിച്ച് പറയാം. അന്ന് ബറസൂ, എല്ലാവരും പുറത്തേക്ക് വരും. എല്ലാവരും എന്നു മുതലുള്ള എന്തിരിക്കും ആ രംഗങ്ങളൊന്ന് ആലോചിച്ചു. നമ്മൾ കാണാത്ത ഒരുപാട് വല്യാപ്പന്മാരൊക്കെ അല്ലേ നമുക്ക്. എല്ലാവരും വരും. എവിടേക്കാ വരണ? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ
സർവാധികാരിയായ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരും. ഞാൻ വരുമ്പോഴുള്ളൊരു രംഗം പറയണം. വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖറനീന ഫിൽ അസ്ഫാദ്. വതറ നിനക്ക് കാണാം, അൽ മുജ്രിമീന ഈ മുജ്രിമീങ്ങൾ, ഇങ്ങനെ പരിഹസിച്ച് നടന്ന ആൾക്കാരില്ലേ, അള്ളാഹുവിനെ പരിഹസിച്ച, ദീനിനെ പരിഹസിച്ച, അംഗീകരിക്കാതെ നടന്ന ആളുകൾ, യൗമഇദിൻ അന്ന് മുഖറനീന ബന്ധിക്കപ്പെട്ടതായിട്ട്, ഫിൽ അസ്ഫാദ് അത് വേറെ ചങ്ങലയാണ്, അഗ്ലാലാണ് നേരത്തെ പറഞ്ഞത്, ഇവിടെ അസ്ഫാദാണ്. ഇതൊക്കെ പല തരം ചങ്ങലകളാണ്, ചങ്ങലകളുടെ പല രൂപങ്ങളാണ്. മാത്രമല്ല സറാബീലുഹും മിൻ ഖത്തിറാൻ വതഗ്ഷാ വുജൂഹഹുമുൻ നാർ. സറാബീലുഹും അവരുടെ കുപ്പായം, മിൻ ഖത്തിറാൻ കറുത്ത ടാറുകൊണ്ടിരിക്കും. ടാറ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോട്ടിലിടുന്ന സാധനമില്ല, അതാ അതുകൊണ്ടുള്ള കുപ്പായം. അപ്പോൾ അതിങ്ങനെ ഉരുകി വലിക്കും, ശക്തിയുണ്ട്, ചൂടിൻ്റെ ശക്തിയുണ്ട്. വതഗ്ഷാ വുജൂഹഹും അവരുടെ മുഖങ്ങളെ പൊതിയും അന്നാർ തീ, മുഖത്തിങ്ങനെ തീയടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് മുഖറനീന എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾ പറയും അടുത്ത വാചകം, ദഅഉ ഹുനാലിക സുബൂറ. ഇവിടെ ഈ ലോകത്തെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ട് ഒരു വേദന വന്നപ്പോൾ മനുഷ്യനെ ആഗ്രഹിച്ചത് എന്താ? ദയാവത. അപ്പോൾ ഇത് വന്നാൽ എന്താ ആഗ്രഹിക്കുക? ഇവിടെ എല്ലാ സൗകര്യവും ഇല്ലേ, ആശുപത്രി ഉണ്ട്, മരുന്നുണ്ട്, പണമുണ്ട്, സുഖമുണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ടും മനുഷ്യൻ ആഗ്രഹിച്ചത് കോടതി പോയി പെറ്റീഷൻ കൊടുക്കുക ദയാവധത്തെ. ഇവിടെയോ ദഅഉ ഹുനാലിക സുബൂറ. അതാണ് ഈ സുബൂർ എന്ന് പറഞ്ഞാൽ. അല്ലാതെ എൻ്റെ നാശമേന്ന് വിളിച്ചു എന്നല്ല, മനസ്സിലായല്ലോ. നശിക്കട്ടെ, നശിച്ചു കിട്ടിയെങ്കിൽ അതിൻ്റെ ശക്തി കൊണ്ടാണ്. അത്രയും പ്രയാസമായിരിക്കും ആ സമയം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ. ഇത് ശരിക്കും എന്താ വെച്ചാൽ നമ്മളതിലേക്ക് എത്തിയാൽ അപ്പം ഈ കഠിനമായ ഈ ശിക്ഷ കാണുമ്പോഴാണ് പറഞ്ഞു പോകുന്നത് സുബൂറ, നശിച്ചെങ്കിൽ. ഒരു റിപ്പോർട്ടിലുണ്ട്, ആദ്യം ഈ സുബൂർ എന്ന് വിളിച്ചു പറയാം ഇബ്ലീസായിരിക്കും. അതിന് ഏറ്റവും കൂടുതൽ ബോധ്യം വരുന്നത് അവനാണ്. ആദ്യം വിളിച്ചു പറയാം അവനായിരിക്കും, എന്നിട്ട് അവനെ ബാക്കിയുള്ളവരൊക്കെ വിളിക്കുള്ളൂ. അവ്വലു മൻ യഖൂലുഹു ഇബ്ലീസ്. അതന്നെ. അതുപോലെ നേരത്തെ പറഞ്ഞ ആ ഡ്രസ്സിലെ കുപ്പായം, ആ കുപ്പായം ആദ്യം ധരിപ്പിക്കപ്പെടുക ഇവനായിരിക്കും, ഇബ്ലീസിനായിരിക്കും. اللهم اجرنا من النار. لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا. അള്ളാൻ്റെ മറുപടിയാണ്. ലാ തദ്ഉ, നിങ്ങൾ വിളിക്കണ്ട, അൽയൗം ഇന്ന്, സുബൂറൻ വാഹിദൻ ഒരു നാശത്തെ. ഒന്ന് നശിച്ചെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിളിച്ചാൽ പോരാ. വദ്ഉ നിങ്ങൾ വിളിച്ചുകൊള്ളുക, സുബൂറൻ കസീറൻ ധാരാളം നാശമുണ്ടാകട്ടെ എന്ന് വിളിച്ചോളി. ഒരു നാശം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ധാരാളം നാശമുണ്ടാകട്ടെ. ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദൻ വദ്ഉ സുബൂറൻ കസീറ. നിങ്ങൾ ഒരു നാശത്തെ മാത്രം ഇന്ന് വിളിക്കേണ്ടതില്ല, മറിച്ച് അനേകം നാശത്തെ വിളിക്കുക. ഇതാണ് അള്ളാൻ്റെ മറുപടി. നശിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കല്ലേ, വിളിച്ചു പറയല്ലേ, നശിക്കട്ടെ നശിക്കട്ടെ നശിക്കട്ടെ. അപ്പോൾ അള്ളാൻ്റെ മറുപടി, ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദൻ, നിങ്ങൾ ഇന്ന് ഒരു നാശം വിളിച്ചാൽ പോരാ, വദ്ഉ സുബൂറൻ കസീറ ധാരാളം നാശം എന്ന് വിളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ശരിക്ക് അപമാനിക്കുകയാണ്. ഇത്ര കാലം മുഹമ്മദ് നബി നിങ്ങളെ പിന്നാലെ നടന്നിട്ട് നിങ്ങൾ മുഹമ്മദ് നബിയുടെ വിളി കേട്ടില്ലല്ലോ.
ഭയങ്കരമാണ്. ഇവരുടെ അപ്പത്തെ അവസ്ഥ പറയുന്നുണ്ട് സൂറത്ത് സുഹ്റുഫിലെ 77-ാമത്തെ വചനം. അത് ഭയങ്കര. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മേഴ്സിക്കില്ലിങ്ങിന് അപേക്ഷ കൊടുക്കുന്ന ആളുകളെ കുറിച്ച്, ഇതതിനേക്കാളാണ്. ഇത് ശരിക്കും ഒറിജിനൽ കൊടുക്കുക. എന്താ പറയണത്? സൂറത്തു സുഹ്റുഫ് 43-ാമത്തെ അധ്യായം 77-ാമത്തെ വചനം. വനാദൗ യാ മാലിക് ലിയഖ്ദി അലൈനാ റബ്ബുക് ഖാല ഇന്നകും മാകിസൂൻ. വനാദൗ, അവർ വിളിച്ചു പറയും, യാ മാലിക്, മാലിക്കേ. ആരാ മാലിക്? നരകത്തിൻ്റെ മലക്ക, ഖാസിനു ജഹന്നം. മാലിക്കിനെ വിളിക്കുക അവർ. മാലിക്കേ ലിയഖ്ദി അലൈനാ റബ്ബുക്. മാലിക്കേ, നിന്റെ റബ്ബ് ഞങ്ങൾക്ക് മരണം വിധിച്ചോട്ടെ, ഞങ്ങളെ കണ്ട് മരിച്ചു പോയിക്കോട്ടെ. മരിക്കൂലല്ലോ, മരിക്കൂല. ഈ സുബൂറിൻ്റെ വിളിയുടെ രൂപമാണ് ഞാൻ പറഞ്ഞത്. പല രീതിയിൽ വിളിക്കുന്നുണ്ട്. ഒരു രൂപമാണ് ഏറ്റവും ഞങ്ങളാണ് മരിച്ചോട്ടെ, എന്നെ കൊന്നു തരീന്ന് പറഞ്ഞല്ലേ വരുന്നത്. എനിക്ക് ഈ വേദന സഹിക്കാൻ കഴിയില്ല, എന്നെ കൊന്നു തരീന്ന് പറഞ്ഞാണ് മനുഷ്യന്മാർ വരുന്നത് ദുനിയാവിലെ. അപ്പം ഇതെന്തായിരിക്കും? വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക്. അപ്പോഴും അല്ലാഹ് മറുപടി പറയുന്നുണ്ട്, ഖാല ഇന്നകും മാകിസൂൻ. പറ്റൂല, മാകിസൂൻ, നിങ്ങളിവിടെ കൂടേണ്ടവരാ, നിങ്ങളെങ്ങനെ മരിച്ചു വിരിയേണ്ടവരല്ല. അതിൻ്റെ കാരണം പറഞ്ഞാൽ എന്താ അറിയോ? ലഖദ് ജിഇനാകും ബിൽ ഹഖ്, ലഖദ് ജിഇനാകും ബിൽ ഹഖ്. നാം നിങ്ങൾക്ക് സത്യത്തെ കൊണ്ടുവന്നു. ഹക്കുമായിട്ട് വന്നില്ലേ നമ്മളാളുകൾ, അമ്പിയാക്കന്മാർ, ദായികൾ ഒക്കെ വന്നില്ലേ ഞങ്ങളടുത്ത്? ലഖദ് ജിഇനാകും ബിൽ ഹഖ്. പക്ഷെ എന്താ ഉണ്ടായത്? വലാകിന്ന അക്സറകും ലിൽ ഹഖ് കാരിഹു. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. വലാകിന്ന, പക്ഷേ, അക്സറക്കും, നിങ്ങളിൽ മഹാഭൂരിപക്ഷവും, ലിൽ ഹഖ്, ഹഖിനെ, കാരിഹൂൻ, വെറുത്തുപോയി, വെറുക്കുന്നവരായി. സ്വീകരിക്കാത്തതൊന്നുമല്ല, വെറുത്തുപോയി. ചങ്ങായിക്ക് ഇതന്നെ പറയാനുള്ളൂ, ഇതന്നെ കേൾക്കണത് ഇനിയും. അതാ ഭയങ്കര. അപ്പം സത്യത്തിൽ ഈ ഒരു അവസ്ഥ ഈ മാലിക്കിനോട് പോലും വിളിച്ചു പറയാം. എന്ത്? മരിച്ചു കിട്ടിയെങ്കിൽ. മരിച്ചു കിട്ടാനാ പറയണേ, രക്ഷപ്പെടുത്താനല്ല. രക്ഷപ്പെടൂല എന്ന് അവർക്ക് ബോധ്യമുണ്ട്, രക്ഷപ്പെടൂല എന്ന് ബോധ്യമായി. അപ്പം അതുകൊണ്ടാണ് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞത്. അതാണ്. ഇനി അതിലേറെ എന്താ വെച്ചാൽ രക്ഷപ്പെടൂല എന്ന് മാത്രമല്ല, അവിടെ കിടക്കണം എന്ന് പറഞ്ഞല്ലോ, ഇന്നക്കും മാകിസൂൻ എന്ന് പറഞ്ഞല്ലോ. അത് മാത്രമല്ല, അതിൻ്റെ അവസ്ഥ സൂറത്തു നിസാഇൽ 56-ാമത്തെ വചനമുണ്ട്. അത് ഭയങ്കര. നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണത്, പക്ഷെ നമ്മളത് എത്ര ആലോചിച്ചിരുന്നെന്ന് അറിയില്ല. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറ. അതാണ് ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ. അവിടെയൊക്കെ പറഞ്ഞത് അങ്ങനെ കേട്ടോ. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ തള്ളിയവർ, നിഷേധിച്ചവർ. സൗഫ നുസ്ലീഹിം നാറ, അവരെ നരകത്തിലിട്ട് എരിയിക്കും. എന്നിട്ട് അടുത്തതാണ് കുല്ലമാ നദിജത് ജുലൂദുഹും, കുല്ലമാ നദിജത് ജുലൂദുഹും. അങ്ങനെ നരകത്തിലിട്ടാൽ അവരുടെ തൊലികളൊക്കെ ഇങ്ങനെ വേവും. തീയിലിട്ടാൽ തൊലി വേവുമല്ലോ, അപ്പോഴോ തൊലിയെ വേവുള്ളൂ. ഉള്ളിക്കൊന്നും വേവില്ല, തൊലിയാ വേവും. ബദ്ദൽനാഹും ജുലൂദൻ ഗൈറ. അപ്പോൾ ഉടനെ തന്നെ റീപ്ലേസ്മെൻറ്റ് വരിക.
വേറെ തൊലി. അതുകൊണ്ടില്ലേ പൊള്ളിയാലൊക്കെ പൊള്ളിയാലൊക്കെ ഭയങ്കര തൊലി പോയി കഴിഞ്ഞാൽ പിന്നെ വേദന ഉണ്ടാവില്ല. സ്കിന്നുമേലാണ് എന്ത് സെൻസേഷനുള്ളത്. അതാ കാരണം ഈ സെൻസേഷനുള്ളത് സ്കിന്നുമേല. അപ്പം സ്കിന്ന് പോയാൽ പിന്നെ വേദന ഉണ്ടാവില്ല. അങ്ങനെ പൊള്ളിക്കുമ്പോൾ നോക്കിയന് ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹു എന്താ ചെയ്യണത്? ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹു, വേറെ സ്കിന്നിങ്ങനെ കൊണ്ടുവരും അപ്പം തന്നെ. എന്തിനാൽ യദൂഖുൽ അദാബ്, നിങ്ങളങ്ങനെ പോകാൻ പാടില്ല. ലിയദൂഖു അൽ അദാബ്, അവർ ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി, അവർ ആസ്വദിക്കട്ടെ ശിക്ഷ. സുബ്ഹാനല്ലാഹ്, ഇന്നല്ലാഹ കാന അസീസൻ ഹകീമ. ഇതൊക്കെ ചെയ്യാൻ അള്ളാഹുവിന് ഇസ്സത്തുണ്ട്, അള്ളാഹുവിന് ഹിക്മത്തുണ്ട്, അള്ളാഹുവിൻ്റെ പ്രതാപം. അള്ളാഹു പ്രതാപവാനാണ്, അള്ളാഹു യുക്തിവാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഈ രീതിയിലാണ് അത് ഞാൻ പറഞ്ഞ പല രീതിയിലുള്ള ശിക്ഷ എന്ന് പറഞ്ഞു. അതാണ് ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദൻ, ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദൻ വദ്ഉ സുബൂറൻ കസീറ. കാരണം എന്താ? കുറേ വിളിക്കേണ്ടി വരും നിങ്ങൾ എന്നാ പറഞ്ഞത്. എന്താ കാരണം? തീരൂലാന്നേ. തീർന്നാലല്ലേ വിളി നിർത്തുക. നമ്മളയ്യോ വേദന എന്ന് എപ്പോഴാ പറയാ? വേദനിക്കുമ്പോഴാ. കുറച്ച് കഴിഞ്ഞ് വേദന പറഞ്ഞാൽ പോയാൽ പിന്നെ അത് പറയോ? ഇല്ല. അപ്പോൾ അത് പറയണം വീണ്ടും. അതുകൊണ്ട് വദ്ഉ സുബൂറൻ കസീറ. അതാണ് വല്ലാത്തൊരു അദാബ്. എന്താ ചെയ്യുന്ന നരകത്തിൻ്റെ അദാബിനെ കുറിച്ച് പറയുന്നിടത്ത് ഒരുപാട് പറയുന്നുണ്ട്. ശരിക്കും എന്താ വെച്ചാൽ അത് മനുഷ്യന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിയല്ലോ. ഒന്നുപോലും പരിഗണിച്ചില്ല, ഒന്നുപോലും പരിഗണിച്ചില്ല. അതുകൊണ്ട് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പരിണിതിയാണ് യഥാർത്ഥത്തിൽ ഇത് വളരെ ഭയാനകമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറഞ്ഞത്, എല്ലാ ദിവസവും ചുരുങ്ങിയത് 3 തവണ നരകത്തിൽ നിന്ന് നമ്മൾ കാവലിന് തേടാൻ പറഞ്ഞു. സ്വർഗത്തെ ചോദിക്കാനും പറഞ്ഞു. ചുരുങ്ങിയത് 3 തവണ. അപ്പോൾ അത് നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാകണം. നബിയുടെ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അസ്തജീറു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അസ്തജീറു ബിക മിനന്നാർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് അസ്അലുക്കൽ ജന്ന, സ്വർഗം ചോദിക്കുന്നു, വ അസ്തജീറു ബിക മിനന്നാർ, നാറിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ അപേക്ഷിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ നമ്മൾ സാധാരണ കേൾക്കുന്ന പ്രാർത്ഥന. ഇങ്ങനെ നരകത്തിൽ നിന്ന് നമ്മൾ കാവലിനെ തേടിക്കൊണ്ടിരിക്കണം. അതോടൊപ്പം വളരെ ഗൗരവമുള്ള എന്താ വെച്ചാൽ, ഒരു കാരണവശാലും നമുക്ക് അള്ളാഹുവിൻ്റെ, നോക്കൂ, അക്സറുഹും ലിൽ ഹഖി കാരിഹുൻ, അള്ളാഹുവിൻ്റെ ആയത്തുകളെ ോട് നമുക്ക് വെറുപ്പ് തോന്നാൻ പാടില്ല. വെറുപ്പ് തോന്നാൻ പാടില്ല, ഇഷ്ടക്കേട് തോന്നാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനകളോടും ഒരായത്തിനോടും ഒന്നും അള്ളാഹു തന്നത് നമുക്ക് അള്ളാഹുവിനെ വെറുക്കാനോ നമുക്ക് വെറുപ്പുണ്ടാകാനോ ഒന്നുമല്ല. നമുക്ക് തന്ന ആയത്തുകളുടെയൊക്കെ സ്ഥിതി അങ്ങനെയാണ്. സ്ഥിതി നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ആയത്തുകളാണ് തന്നത് മുഴുവൻ, നമുക്ക് ബോധ്യം വരുത്തുന്ന. അതുകൊണ്ടാണ് അതിന് ആയത്ത് തന്നെ പറഞ്ഞത്. അതാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ജീവിതത്തിൽ. ചിലപ്പോൾ നമുക്ക് എല്ലാം വിധേയപ്പെട്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും വെറുപ്പ് വരും. അത് പ്രധാനമാണ്. മാക്സിമം നമ്മൾ ശ്രമിക്കേണ്ടത് വിധേയപ്പെട്ട് ജീവിക്കാനാണ്. പക്ഷെ എന്നാലും എന്ത് വരരുത്? വെറുപ്പ് ഒരിക്കലും വരരുത്. വെറുപ്പ് അല്ലാഹ് പറഞ്ഞ ഒരു കാര്യത്തോടോ ഒരു നിയമത്തോടോ ഒരു സംഗതിയോടോ ഒന്നും ഒരിക്കലും വെറുപ്പ് വരാൻ പാടില്ല.
നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. ഇത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ. ഇത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. നരകത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നരകത്തിൽ നിന്ന് അകലാൻ, അതാണ് സൂക്ഷിക്കണം. എൻ്റെ അടുത്ത് നമ്മൾ ഇബ്രാഹിം നബീനെ പറഞ്ഞില്ലേ അലൈഹിസ്സലാം, അപ്പം അതിൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പദമൊക്കെ അങ്ങനെ നോക്കൂ. ഫമൻ സുഹ്സിഹ അനിന്നാർ, അങ്ങനെ പദം. വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഫമൻ സുഹ്സിഹ അനിന്നാർ, സുഹ്സിഹ അകറ്റപ്പെടുക, വിദൂരമാക്കപ്പെടുക. സ്വർഗത്തിലേക്ക് അടുക്കുന്ന, നരകത്തിൽ നിന്ന് വിദൂരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന. അതിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ട് ഓക്കെ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ, നരകം പറഞ്ഞാൽ പിന്നെ സ്വർഗം പറയും, അങ്ങനെയാണ്. ഷെറ് പറഞ്ഞാൽ പിന്നെ കുറച്ച് ഖൈറ് പറയും. അള്ളാൻ്റെ ഒരു രീതിയാണ്. അതാണ് ഇനി തുടർന്നുള്ള വചനങ്ങളിൽ. ഇത് അള്ളാഹുവിൻ്റെ ഒരു രീതി. നിങ്ങൾ ഖുർആൻ മറിച്ച് നോക്കുമ്പോൾ ഇനി ഇങ്ങനെ കാണും അള്ളാഹുവിൻ്റെ ഒരു രീതി. അതാണ്. അതെന്തിനാന്ന് വെച്ചാൽ, ഈ ഷെറിൻ്റെ ആളുകൾക്ക് ഖൈറ് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരും, ഭയങ്കര ദേഷ്യം വരും. അതിൻ്റെ ഒരു സ്വാഭാവികമായ സംഗതിയാണ്. ഈ ഖുർആനുകൾ മറിച്ച് നോക്കുമ്പോൾ കാണാം, ഇന്നൽ അബ്റാറ ലഫീ നഈം. ഉടനെ പറഞ്ഞു എന്ത്? ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. വിപരീതം പറയാന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു രീതി. ഇന്നൽ അബ്റാറ ലഫീ നഈം, നല്ല മനുഷ്യന്മാർ നല്ല സുഖത്തിലായിരിക്കും. എന്നാൽ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. ഫുജ്ജാറുകൾ എന്ന് പറഞ്ഞാൽ അബ്റാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാടാം. ചീത്ത ആൾക്കാർ, മോശമായ ആൾക്കാർ ജഹീമിലായിരിക്കും. അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ് അത്. ഇത് നരകവും സ്വർഗവും ഒന്നും മാത്രമല്ല. നിങ്ങളിങ്ങനെ ഖുർആൻ നോക്കേണ്ടി വായിക്കുമ്പം ഫൽയദ്ഹകൂ ഖലീലൻ, ഉടനെ വിപരീതം പറഞ്ഞു. വൽയബ്കൂ കസീറ ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. ഫൽയദ്ഹകൂ ഖലീലൻ, നിങ്ങൾ കുറച്ച് ചിരിച്ചാൽ മതി. കുറച്ച് ചിരിക്കുക എന്നുള്ളതിൻ്റെ വിപരീതം എന്താ? കുറേ കാര്യമെന്നല്ലേ. വല്യബ്കൂ കസീറ, നമ്മളെ ചിന്തിക്കാൻ വേണ്ടി. അതാണ് ഇനി തുടർന്നുള്ള ആയത്ത്, 15-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി സ്വർഗത്തെക്കുറിച്ച് കുറച്ച് പറയുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കണം. കാരണം നരകത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്താൻ പാടില്ല, സ്വർഗം കൂടി പറയണം എന്നതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് നമുക്കടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഗ്രഹിക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബിയ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ അഹ്സാനിനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഇനി അറിയാലോ, എല്ലാവർക്കും അറിയാം. തിങ്കളാഴ്ച